അവിടുത്തെ മകളെ ഒരിക്കല് യാത്ര പോവുക, ബാഗ് ഒക്കെ എടുത്തോണ്ട്, ചില ശുശ്രൂഷയൊക്കെ ഉള്ളതാണ്. അന്നേരം അപ്പൻ തിണ്ണയിലിരിക്കുന്നു. അപ്പൻ ചോദിച്ചു, ഇന്ന് എങ്ങോട്ടാ? ഞാൻ പോലീസിനെ നോക്കണം, വണ്ടിക്കാരനെ നോക്കണം, ഗേറ്റ് തുറക്കണം, എന്തൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും, ഞാൻ രാവിലെ അന്ന് വന്നോളാം. പെട്ടുപോയി. പുള്ളിയോട് താല്പര്യമില്ല, പുള്ളിയുടെ പ്രസംഗവും താല്പര്യമില്ല. പക്ഷെ നമ്മള് സഭയിൽ ചെന്ന് ഇരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. വീട്ടിൽ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ആരുടെ പേരടിച്ചു കൊടുത്താൽ മതി. അന്നേരം പുള്ളി രംഗത്ത് വന്നു, നമുക്ക് കേൾക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം. അപ്പൊ ഇത് സൂചിപ്പിച്ചത് ഏത് ടൈപ്പ് പ്രസംഗം വേണേലും ഉണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാനായി ഇപ്പൊ ആൾക്കാർ കുറവ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇടക്കൂട്ടം കൂടുമ്പോൾ കൂടുതലും പ്രാർത്ഥനയ്ക്കാണ്, സ്തോത്ര പ്രാർത്ഥനയ്ക്കും വിഷയങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കാൻ. ഇന്നലെ സഭായുഗത്തിനെ സംബന്ധിച്ച് ഒരു കർത്തൃദാസി ഒരു കാനഡയിൽ നിന്ന് വന്നതാ, നമ്മുടെ സഭായുഗത്തിലുണ്ടായിരുന്നു. എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൊതുവിലൊന്നും പറയാൻ. അവരേതാണ്ട് 55 കൊല്ലമായിട്ട് കാനഡയിലാണ്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം എന്നോട് ചോദിച്ചു, എപ്പോഴാ സഭായോഗം തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു 10 മണിക്ക് തുടങ്ങും. എപ്പോൾ തീരും? 1:30 കണക്ക്. ചിലപ്പം മുന്നോട്ട് പോകാറുണ്ട്. എന്തായാലും 2-നകം നിർത്തും. അയ്യോ, 3.5 മണിക്കൂർ ഇരിക്കണമല്ലോ. ഞാൻ പറഞ്ഞ്, എന്തായാലും ഒന്ന് വാ മാഷേ, 3.5 മണിക്കൂർ. ഞാൻ പറഞ്ഞൊന്ന് വന്നിരിക്കേ, എന്തെങ്കിലും ക്ഷീണമോ പ്രയാസമോ ഉണ്ടേ അങ്ങ് പോകാം. അപ്പോൾ ആ ദൈവദാസി ശാരീരിക ക്ഷീണമൊക്കെ ഉള്ളൊരു കർത്തൃദാസിയാ. ഞായറാഴ്ച സാക്ഷിച്ചല്ലോ. തിരിച്ച് ഞാന് വിവരം കൂടെ ദൈവദാസി താമസിക്കുന്നിടത്ത് കൊണ്ട് വിട്ടത്. അപ്പൊ പോയപ്പോ പറഞ്ഞു, അയ്യോ 3.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. എന്നാ വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഒരു ബുദ്ധിമുട്ട് വരും. ഇവിടെ സമയം പോയത് അറിഞ്ഞില്ല. അത് നമ്മുടെ ആരുടെയും കഴിവല്ല, ദൈവകൃപയാണ്. ഇവിടെ നടത്തിപ്പുകാരുടെ മിടുക്ക് കൊണ്ടാ അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. നമുക്ക് മിടുക്കില്ലല്ലോ. അപ്പം ആ ദൈവസാന്നിധ്യം, ദൈവകൃപ, പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ വേർതിരിക്കും. അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പ്രാരംഭ സമയവും ദൈവദാസനെ കൂടി വിലപ്പെട്ട വചനങ്ങൾ കേൾപ്പിച്ചു. ഒരല്പം മിനിറ്റ് കൂടെ വചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെയും മറ്റന്നാളും എല്ലാം ഇവിടെ വെച്ച് യോഗമുണ്ട്. ദൈവദാസന്മാരെ വീണ്ടും ക്ഷണിക്കുന്നു. ഇതുപോലെ അല്പസമയങ്ങളൊക്കെ നമുക്ക് വചനം ധ്യാനിക്കാം. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വെച്ച് പ്രാർത്ഥന ദൈവം അനുവദിച്ചാലുണ്ട്. ആ യോഗത്തിന് വല്ലവരെ ക്ഷണിക്കുന്നു. ഒരു വാക്യത്തിൽ നിന്ന് 1-2 ചിന്തകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പകൽ പിരിയാം. എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യം, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മൈക്ക് അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ മൈക്ക് കൂടെ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായി സ്തോത്രം. ജനത്തെ കടാക്ഷിക്കണം, തൃക്കൺ പാർക്കണം, പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. മന്ദതയെല്ലാം നീക്കുക, നിന്നടിയാരിൽ തന്നാലുണർച്ചയെ വന്നിടും ഒരു ക്ഷീണം നിദ്ര മയക്കമിവ ഒന്നാകെ നീക്കി എന്നിൽ തന്നി
ഡൂകാത്മശക്തി ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്ന ഇന്നേരം പ്രിയ പ്രാർത്ഥിച്ചിടൂ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖനം നിങ്ങൾക്ക് പലർക്കും അറിയാം. പൗലോസ് എഴുതിയ ലേഖനമാണ്. എപ്പോഴും പറയുന്നതാ പ്രതിപാദ്യ വിഷയം പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. പ്രതിപാദ്യ പുരുഷൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. പൗലോസ് ഒരു പ്രയോഗം കൂടെ നടത്തി മൽക്കീസദേക്കിനെ സംബന്ധിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു പ്രയോഗം നടത്തി. ഇവൻ അത്ര മഹാനെന്ന് നോക്കുകയും എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവൻ. സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എബ്രായ ക്രിസ്ത്യാനികളോട് പ്രബോധിപ്പിക്കുക, അല്ലയോ എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. നിങ്ങൾക്ക് മന്ദതയൊന്നും ഉണ്ടാകരുത്. സ്തോത്രം. മന്ദതയുണ്ടാകരുത്. ഈ 6-ാം അധ്യായത്തിൽ പൗലോസ് എബ്രായ വിശ്വാസികളോട് പ്രധാനമായിട്ടൊരു 3 കാര്യം ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് അബ്രഹാമിനേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു. 13-ാം വാക്യം വായിച്ചേ. 13 പെട്ടെന്ന്. മൈക്ക് അങ്ങോട്ട് കൊടുക്കും എന്നെ പെട്ടെന്ന്. ഈ മൈക്കിൽ കൂടെ വായിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം, ദൂരെ ഇരിക്കുന്നവരോട് കേൾക്കാനാ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് ഇല്ല. അപ്പോൾ ദൈവത്തെക്കാൾ വലിയവരാരുമില്ല. നമ്മുടെ ഇരിപ്പും ഭാവവും കണ്ടാൽ ദൈവം ഒന്നും നമ്മുടെ മുന്നിൽ ഒന്നും. സംസാരവും കൂടെ കേട്ടാ പിന്നെ പറയേ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ ഡയലോഗ് കേട്ടാൽ ദൈവം ഒന്നും നമ്മുടെ മുന്നിൽ. തന്നേക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ദൈവം അങ്ങ് സത്യം ചെയ്തു. ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം വലിയവനായ ദൈവത്തെ സേവിപ്പാനിടയാകും. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലൊന്നും നമ്മൾ ദൈവത്തെ സേവിക്കുന്നില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നാടൻ ഭാഷയെ പറഞ്ഞ ഒരു പൊത്തുവരുത്തത്തിലൊക്കെ പോവുക. ദൈവം വല്ലതും ചെയ്യുമല്ലോ എന്ന് ഓർത്താ രാവിലെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിക്കണം എന്നുള്ള അതിവാഞ്ചിയോടല്ല. പുള്ളി വല്ല ഓർക്കും. രാത്രി നല്ല തീറ്റ എഴുന്നേച്ച് കിടന്നു, നേരം വെളുത്ത കിടന്ന കിടപ്പ് എഴുന്നേറ്റ് പോയാ പുള്ളി തന്നെ അതിനാശാശീഷു. അർദ്ധരാത്രിക്ക് കണ്ണിലെ മൊബൈലെല്ലാം കണ്ട് കാണാവുന്നതും കാണാൻ പാടില്ലാത്തതെല്ലാം കണ്ട് 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 അവസാനം കൺപോളയും വീങ്ങി അങ്ങേയറ്റം വന്ന് ഉറക്കം പിടിച്ചപ്പോ എന്നാ പ്രാർത്ഥിച്ചു കിടന്നില്ലെങ്കിൽ സോദര സമ്പൂർണമായി സമർപ്പിക്കുന്നു. അടക്കുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തി അല്ലി പറയുന്നത്. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന അളവിൽ
ദൈവത്തെ സേവിപ്പാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ നല്ല ഭൂമിയിൽ ആർക്കും ഒക്കുന്നില്ല. എത്ര തികഞ്ഞ ആത്മീയരോട് നിങ്ങൾ ചോദിച്ചേ, ദൈവത്തിന്റെ ഹിതം പോലാണ് പക്ഷേ ഏറെക്കുറെയൊക്കെ അങ്ങനെ ഒക്കുള്ളൂ. ആട്ടെ, വലിയവനായ ദൈവം, നമ്മൾ ഈ ദൈവത്തെ സേവിക്കുന്ന എബ്രായ വിശ്വാസികളോട് 6-ാം അധ്യായത്തിൽ പൗലോസ് പ്രധാനമായിട്ടൊരു 3 കാര്യം ഇവരെ പ്രബോധിപ്പിക്കുന്നുണ്ടോ. ഒന്ന്, നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. 2-ാം വാക്യത്തിന്റെ ഒടുവില 2-ാം വാക്യം വായിച്ചു. ആദ്യ വചനം വിട്ട് 2-ാം വാക്യം വായിച്ചേ. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. നിങ്ങള് കുടുംബ യേശു രക്ഷിക്കൂ, യേശു പാപം മോചിക്കൂ, യേശു അതൊക്കെ ശരിയാ. ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, അത് വെളിയിലുള്ളവരോട് പറയണം. രക്ഷിക്കപ്പെടാത്ത, ഈ മാർഗത്തിൽ വരാത്ത, അറിവില്ലാത്തവരോട് പറയണം, യേശു പാപം മോചിക്കും, യേശു രക്ഷിക്കും, യേശു വിടിവിക്കും, യേശു സൗഖ്യമാക്കും. 50 കൊല്ലമായിട്ട് സഭയ്ക്കകത്തിരിക്കുന്ന ആളിനോട് വന്ന് പറയുക, യേശു പാപം മോചിക്കും. ഉള്ള പറ, ഞാനിതൊക്കെ ഒത്തിരി കേട്ടതാണ്. അപ്പോൾ അകത്ത് വരുന്നവരെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. പരിജ്ഞാനം ചിലർക്ക് പരിജ്ഞാനമില്ല. മൂത്തവരോട് എങ്ങനെ സംസാരിക്കണം, ഇളയവരോട് എങ്ങനെ സംസാരിക്കണം, അപ്പനോട് എങ്ങനെ സംസാരിക്കണം, അമ്മയോട് എങ്ങനെ സംസാരിക്കണം, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം, പാസ്റ്ററോട് എന്തോ സംസാരിക്കണം, പാസ്റ്റർ വിശ്വാസിയോട് എന്തോ പറയണം. ഒരു ബോധവും ഇല്ല. എന്റെ അമ്മയുടെ അമ്മ, ഞങ്ങള് കഞ്ഞിയമ്മ എന്നാ വിളിക്കുന്ന. കഞ്ഞിയമ്മ പറയും, എടാ ഏകപട എമ്പട തൃപ്പട ചമ്പട. പരിജ്ഞാനമില്ല. ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ വേറൊരു സഹോദരിയോട് സംസാരിക്കണ്ടേ, അല്ല. അതുപോലല്ലോ അമ്മയോട് സംസാരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞതാണ്. പരിജ്ഞാനപൂർത്തി വേണം. അതെ, ഞാൻ വിവരിക്കുന്നില്ല. എനിക്ക് ഒരു ഭവനത്തെ അറിയാം, പേരും സ്ഥലവും പറയുന്നില്ല. അവിടുത്തെ മകളെ ഒരിക്കല് യാത്ര പോവുക, ബാഗ് ഒക്കെ എടുത്തോണ്ട്, ചില ശുശ്രൂഷയൊക്കെ ഉള്ളതാണ്. അന്നേരം അപ്പൻ തിണ്ണയിലിരിക്കുന്നു. അപ്പൻ ചോദിച്ചു, ഇന്ന് എങ്ങോട്ടാ പോകുന്ന സ്ഥലം? എനിക്കറിയാം. ഒന്നും വേണ്ടിയില്ല പുള്ളി, ഞാനും നിൽക്കുന്നു. പുള്ളി ഓർത്ത് ചോദിച്ചത്. പഴമക്കാര് പറയും, മൊഴി 1 തൊഴി 10. പരിജ്ഞാനമില്ല. എന്നാ ഞാൻ നിൽക്കുന്നെങ്കിലും കണക്കാക്കണ്ടേ. ഒരിക്കലൊരു അമ്മാവിയമ്മയും മകനോട് സംസാരിക്കുന്ന ആള് ഞാൻ പറഞ്ഞതാ, ഞാനുമുണ്ട്. മരുമൻ ചോദിച്ചു, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അപ്പൊ നല്ല തിണ്ണലിങ്ങിരിക്കുക, രാക്ഷസിയെ പോലെ. ഇവര് തമ്മിൽ ഉടക്ക, അത് ഞാൻ അറിയുന്നുമില്ല. മരുമകൻ ചോദിച്ചു, ഞാൻ പുറകെ നിൽക്കുക. അപ്പച്ചനുണ്ടോ അമ്മച്ചി? പിന്നെ അപ്പച്ചനോടെ പോകാനാ? അവൻ ലോഹ്യത്തിൽ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ അറിയാകൊണ്ട് മിണ്ടുന്നില്ല. ആളിനെ ഞാൻ പറഞ്ഞ അറിയാം. അപ്പച്ചനുണ്ടോ അമ്മച്ചി? പിന്നെ അപ്പച്ചനോടെ പോകാനാ? ഞാനപ്പോ ഇവരെ നോക്കി, ഇത് ഉടക്കാന്നല്ലോ. അടുത്ത ഡയലോഗ്, രാജുവിന് പണിയുണ്ടോ? പിന്നെ പണിയില്ലാതാണോ? ഞാൻ പുറകെ നിന്ന് ഞോണ്ടി വെച്ച് പറഞ്ഞു, പോയേക്കാന്ന് പറഞ്ഞു.
പരിജ്ഞാനം വേണം. അപ്പോൾ ഇവിടെ എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. ആത്മീക ശുശ്രൂഷയിൽ പരിജ്ഞാനം വേണം. ഉദാഹരണം, സഭായകം തുടങ്ങുമ്പോൾ നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ട് നമ്മുടെ പെന്തിക്കോസ് ആയതുകൊണ്ട് ആ രീതിയിൽ പറയാം, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവില്ല. ഇപ്പോൾ പാട്ട് പാടി സഭായകം പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ഞായറാഴ്ച ഒന്നിച്ചു കൂടുക, പ്രാർത്ഥിച്ചു നിർത്തി പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങള് തിരുവല്ല കപ്പുറം ചർച്ചിൽ ശിവ പാസ്റ്റോ ഞാനോ ഉണ്ടെങ്കിൽ പാട്ട് തുടങ്ങും. അപ്പൊ ആരാധനാജി ആദ്യം സ്തുതിഗീതം തുടങ്ങണം, അതിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. ഏത് യോഗമാണെങ്കിലും പ്രാർത്ഥിച്ച് ആരംഭിക്കും. ഇനി പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നുണ്ട്, സഭായം പ്രാർത്ഥിച്ച് ആരംഭിക്കാന്ന് പറഞ്ഞ ചുമ്മാ വളരെ അളന്നു കുറിച്ച് വേണം. അന്നേരം ഒരറ്റം മുതൽ അങ്ങ് തുടങ്ങുക, പരിജ്ഞാനപൂർത്തിയില്ല. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവദാസന്മാര് പറയാം പാട്ട് പാടാം. തിരുവല്ലാഹപ്പുറം ചർച്ചിൽ ശിവ പാസ്റ്ററും ഞാനും ഉണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ പാട്ട് തുടങ്ങും, ഇവരാരും കയറി തുടങ്ങത്തുമില്ല. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരു ഞായറാഴ്ച ഇല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുകയും വേണം. അന്നേരം പരിജ്ഞാനത്തോടെ വേണം. തുടങ്ങുമ്പോൾ സ്തുതിഗീതം തുടങ്ങണം. ഞാനും ശിവ പാസ്റ്ററും വേറെ രണ്ട് സഹോദരന്മാരും കൊണ്ട് ഒരു യോഗത്തിന് പോയി. യോഗം താമസിച്ചാ തുടങ്ങുന്നത്. അന്നേരം പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ചു പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ആരും പാടുന്നില്ല. അപ്പൊ സ്റ്റേജ് എന്ന് പാട്. അന്നേരം ഒരു തള്ള പാടുക, ഒലിവുമല ഒരുങ്ങി കഴിഞ്ഞല്ലോ. ഒരു യോഗം തുടങ്ങുക. എന്തേലും ബോധമുള്ള തള്ളയാണോ? ഒലിവുമല യോഗാരംഭമാണ്. നടത്തിപ്പുകാരന് പരിജ്ഞാനമില്ല, വന്നിരിക്കുന്നതിനും. ആ പാട്ട് തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. ആ സന്ദർഭത്തിൽ ആ പാട്ടല്ല ആരംഭിക്കേണ്ടത്. പണ്ട് ഇവര് ഒരു യോഗത്തിന് പോയി. യോഗത്തിന്റെ വിശേഷത ഇതാ, പിറ്റേന്ന് രാവിലെ ചെറുക്കന്റെ കല്യാണം. തലേന്ന് ആ വീട്ടിൽ തലേന്നല്ലേ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചെറുക്കന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. രാവിലെ അവന്റെ കല്യാണമാണ്. ഉപദേശിമാരെല്ലാരും ഉണ്ട്. തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നേരത്ത് പാസ്റ്റർ പാടുക, ബോംബ് ഭൂമിയെ പിളർക്കും നേരം നീ ഒളിക്കുവാൻ. അല്ലേ? രാവിലെ അവന്റെ കല്യാണമാണ്. അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക, ബോംബ് ഭൂമിയെ ഞാൻ വരി അങ്ങ് മറന്നുപോയി. ബോംബ് സാധനം തേടി തപ്പി നടക്കും. അന്ന് അവന്റെ കല്യാണമാണ്. നടന്ന കാര്യമാണ്. ഞാൻ കുറച്ചു പേര് റബ്ബർ തോട്ടം വഴി ഓടി ചിരിച്ചു. എന്നാ അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അതോട്ട് വിട്ടുകൊടുക്കുകയില്ല. പരിജ്ഞാനമില്ല. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. സ്തോത്രം. ഒരു സ്നാനത്തിന് ചെന്നപ്പോൾ പെങ്കൊച്ചിനെ മുക്കുക. അതിന് വെപ്രാളമായി വെള്ളത്തിന് പിച്ചു മുക്കുക. ഉണ്ടക്കരണം പിടിക്കുക വെള്ളത്തിൽ കിടന്നു. അവന് മുക്കാതൊക്കത്തുമില്ല. കൊച്ചിന് മുങ്ങാൻ പരിജ്ഞാനമില്ല. പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. അപ്പൊ യോഗാരംഭത്തിന് പാടുന്ന പാട്ടുണ്ട്. ഭാഷ എനിക്ക് അറിയാമേലെ നീ കുത്തിയിരുന്ന് പഠിക്കണം. വേണ്ടേ? പഠിക്കണം. വേറെ പണി തന്നെ. ഉപദേശിമാർക്ക് വേറെ തന്നെ പണി. അതിനല്ലേ വേലയ്ക്ക് ഇറങ്ങിയത്.
അറിയാവുന്നതൊക്കെ ചെന്നച്ച് ചോദിക്കണം, ഈ പാട്ടിന്റെ ട്യൂൺ അങ്ങനെ ഇതെങ്ങനെ, അതിന് കുത്തിയിരുന്ന് പഠിക്കണം. കുറഞ്ഞതൊരു 5 പാട്ടെങ്കിലും പഠിക്കണ്ടേ യോഗാരംഭത്തിന്റെ? പഠിക്കണം. ഒരു വിഷയം പറയുമ്പോൾ നമ്മുടെ സഭയിൽ വളരെ പരിജ്ഞാനത്തോടെ എല്ലാവരും ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിനെ പ്രാർത്ഥിക്കും. അങ്ങനെ ശീലിപ്പിച്ചെടുക്കുക. ഒരു വിഷയം പറഞ്ഞാൽ അതിന് മാത്രം പ്രാർത്ഥന. അപ്പൊ ഒത്തിരി വിഷയം പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും. ഇത് ചില സമയം 2-3 പേര് പ്രാർത്ഥിച്ചാട്ട് മുമ്പേ പറഞ്ഞ കക്ഷി കാഴ്ചയ്ക്കും പോലെ അന്നേരം പിന്നെ എന്തെല്ലാം ബിസിനസ്സുകളാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ പരിജ്ഞാനപുറത്ത് ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കാലം നോക്കിയാൽ ഉപദേശകന്മാരാകേണ്ടവരാ. 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് പെന്തിക്കോസിൽ യോഗം നടത്താൻ അറിയാൻ മേല, തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, ആശീർവാദം പറയാൻ അറിയാൻ മേല, സ്വോത്ര പ്രാർത്ഥന നടത്താൻ അറിയാൻ മേല. പ്രസംഗിക്കുന്ന പിന്നെ എല്ലാവർക്കും ഒരേപോലെ അല്ല കഴിവ്. ആണോ? അല്ല, അതൊരു കലയും കൂടെ. കലയും ദൈവകൃപയും എല്ലാം കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടും. അതല്ല വിഷയം. 2 മണിക്കൂർ തകർത്ത് പ്രസംഗിക്കുന്ന പുള്ളി പ്രസംഗിച്ചാൽ ചിലപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. എന്നാൽ 2 മിനിറ്റ് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എഴുന്നേറ്റ് ദൈവകൃപ 2 വാക്യം പറഞ്ഞാൽ ആ വാക്യം കയറി അഫക്റ്റ് ആകും. അത് ദൈവകൃപയാണ്. സ്തോത്രം. പക്ഷേ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. പ്രാർത്ഥിച്ച് യോഗം നിർത്തിയാൽ അന്നേരം മുഴുവനും കൂടെ വാങ്ങിച്ച് പരിജ്ഞാനപൂർത്തി എല്ലാവർക്കും കൂടെ ഈ പറയണം. സന്ദർഭോചിതമായിട്ട് പണ്ട് ക്രിസ്തോസ് തിരുമേനിയോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭക്ഷണത്തിന്. പുള്ളി നോക്കിയപ്പോൾ സ്റ്റേജിൽ നോക്കിയപ്പോൾ കുറെ പേര് കഴിപ്പ് തുടങ്ങി, കുറെ പേര് കഴിക്കുന്നില്ല. പുള്ളി ഉടനെ വളരെ ബുദ്ധിപൂർവ്വം യുക്തമായിട്ട് കർത്താവേ, ഭൂരിപക്ഷത്തിന്റെ വായ്ക്കകത്തും ന്യൂനപക്ഷത്തിന്റെ മുൻപിലുള്ള ഭക്ഷണത്തിനായിട്ട് സ്തോത്രം. നല്ല കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞ ഒരു 90% ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് പേര് മാത്രം കഴിക്കാതെ. അല്ല, ഭൂരിപക്ഷത്തിന്റെ വായ്ക്കകത്തും ന്യൂനപക്ഷത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായിട്ട് പരിജ്ഞാനം. 3 കാര്യമായി എടുത്ത് 6-ാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിച്ചത്. 1, പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. എല്ലാവരും, അത് നടത്തിപ്പുകാരും വിശ്വാസികളുമെല്ലാം പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. സ്തോത്രം. അല്ല, എല്ലാ കാര്യത്തിലും, സംസാരത്തില്, വസ്ത്രധാരണത്തില്, ഇടപാടില്, സമീപനത്തില്, ജൈവനകളില്, പ്രവർത്തികളിൽ, എല്ലാ മേഖലകളിലും. അമ്മായിയുടെ മരുമകളുടെ വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അത് വരുന്നവരോട് വിളമ്പരുത്. പരിജ്ഞാനം വേണ്ടേ? വരുന്നവരതെല്ലാം കൂടെ കേട്ടേച്ച് കാപ്പിയും കൂടി കഴിഞ്ഞാൽ അവര് പോകും. അമ്മായി മരുമകളാ പിന്നെ പെരക്കകത്ത് താമസിക്കണ്ടേ? പരിജ്ഞാനം വേണ്ടേ? സ്തോത്രം. ഭാര്യയുടെ കുറ്റം, ഭർത്താവിന്റെ കുറ്റം പുറത്തുനിന്ന് വരുന്നവരോട് പറയരുത്. ഇത് ബൈക്കിന്റെ പുറകെ ഇരിക്കുമ്പോൾ അള്ളിപ്പിടിച്ചിരിക്കുക അല്ലേ? 2 പേരോട് എന്നിട്ട് വീശി പോകുമ്പോ നാട്ടുകാർ കൊള്ളാം, പാടില്ല. ഭാര്യയുടെ കുറ്റവും പറയരുത് ആരോടും. ചിലപ്പോ അപാകത കാണും, ന്യൂനത കാണും. അത് കൂട്ടുവിശ്വാസിയോട് പറഞ്ഞാലോ, എന്റെ തങ്കച്ചൻ അറിയാമല്ലോ, ഇത് ആരാന്ന് അറിയാമോ? സ്തോത്രം. എന്റെ വല്യമ്മച്ചി ഒരു കാര്യം പറയപ്പോഴും, എടാ, ഒരയ്ക്കാൻ ഒത്തിരി പേര് കാണും, കുടിക്കാൻ ഒരാളെ കാണുള്ളൂ. അങ്ങാടി മരുന്നിരിക്കുകയല്ലേ ഇഷ്ടം പോലെ. അങ്ങാടി മരുന്ന് കല്ല് വിരിപ്പുണ്ട്. വരുന്നവൻ കയറി ഒരു ചേച്ചി പോകും. ഒരാളിരുന്ന് വേണം ഇത് മുഴുവൻ. ഞാൻ അത്രയും പറഞ്ഞ പാകം വിടുക. നമ്മുടെ വീട്ടിലെ കാര്യം വേറൊരാളോട് നല്ല കാര്യം പറയണം. ഞങ്ങളുടെ കുഞ്ഞ് ഇന്ന് വെളുപ്പിനെ 3 മണി മുതൽ പ്രാർത്ഥനയായിരുന്നു, അത് പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചൻ വല്യമ്മയ്ക്ക് ഒരൊറ്റ ഇടി, തളയാണ്ട് തളന്നകത്ത് കിടക്കുന്നത്, അത് പറയണ്ട. അവൻ ഇടിക്കാതിരിക്കാനുള്ള ഗുണദോഷം കൊടുക്കണം. അഥവാ അവൻ ഇടിച്ചെങ്കിൽ അവന് നല്ല ശിക്ഷ കൊടുത്ത് താക്കീത് കൊടുക്കണം. അതകത്ത് തീർക്കേണ്ടതാണ് അല്ലേ? സ്തോത്രം. ഞാനൊരിക്കലും ആ സ്ത്രീയുടെ പരിജ്ഞാനം, അവർ വീട്ടിലിരിക്കുക, തിണ്ണയില്, പരിജ്ഞാനത്തെ പറ്റിയാ, തിണ്ണയിലിരിക്കുക.
എൻ്റെ കൂടെ ഒരാളോടുണ്ട്. അകത്ത് ഭാര്യയും ഭർത്താവും എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പുള്ളി എന്തോ ക്ഷിപ്രകോപിയ, ഒരൊറ്റ അടി കൊടുത്തവർക്ക്. അത് പാടില്ല, അടിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം അടിച്ചു. എന്തോ അവിവേകം അവര് സംസാരിച്ചു, അടിച്ചു. എന്നൊരു ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി അടി കൊണ്ടെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി ഇറങ്ങി വന്നു. ഭാഷ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. പുള്ളി ഇങ്ങനൊരു വിഷയമേ അവിടെ നടന്നിട്ടില്ല. പുള്ളി സാധാരണ സംസാരിക്കുന്ന രീതിയിലും ശൈലിയിലും പുള്ളി സംസാരിച്ചു. ഞാനും ഒന്നും അനങ്ങിയില്ല. ഞാനും ആ രീതിയിൽ തന്നെ ഇടപെട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സഹോദരി ഞങ്ങൾക്കെല്ലാം ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നു, വളരെ സന്തോഷവതിയായിട്ട്. അപ്പൊ ഒരു സംശയത്തിന് ഹേതുവില്ല. പക്ഷെ എന്നാണ്ട് വിശേഷം, ഇന്ന് ബിസ്ക്കറ്റ് കഴിക്കും പറഞ്ഞു. എന്തുകൊണ്ട് വിശേഷം? അല്ലെ രേണുവൊക്കെ സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ? കാണുന്നുണ്ട് കേട്ടോ, സ്തോത്രം. അച്ഛൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, തല്ലുകൊടുത്ത പുള്ളിയുടെ കാര്യമാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസം അവരത് മാനേജ് ചെയ്തു. എന്റെ കൂടെ വന്ന പുള്ളിക്കും പിടി കിട്ടിയില്ല. ആ വീടുമായിട്ട് കുറച്ചുകൂടെ അടുപ്പമുള്ളതുകൊണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനും അറിയാത്ത ഭാവത്തിരുന്നു. അവരത് മാനേജ് ചെയ്തു. പിന്നീട് ഒരു ദിവസം ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പം അച്ചായൻ തന്നെ പറഞ്ഞു, ഇന്നാളെ നിങ്ങൾ വന്നപ്പോ ഞാൻ അവക്കിട്ടൊരു, പുള്ളിക്കാരി അടുത്തിരിപ്പുണ്ട്, ഇവക്കിട്ട് ഞാൻ പൊട്ടിയിൽ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ബോധ്യപ്പെട്ടു. അത് അവള് പറഞ്ഞു, ഭാഷക്കൊക്കെ മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഭാഷക്ക് അത് പിടികിട്ടിയത്. ഞാൻ പറഞ്ഞു എനിക്കും പിടികിട്ടി. അപ്പൊ ഞാൻ ആ സഹോദരിയെ അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ, അവരുടെ പരിജ്ഞാനം എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വിരളമാണ്. ഒരു താലൂക്കിൽ 1 2 വല്ലോ, ചങ്ങനാശ്ശേരി താലൂക്കിൽ ചിലപ്പോ 1 വല്ലോ, വേറെ വല്ല സഹോദരി ആയിരുന്നല്ലോ. പക്ഷേ ഓടിവായോ ഇയാൾ എന്നെ, ഇനി ഇല്ലാത്ത പൊല്ലാപ്പ് അവിടെ പരിജ്ഞാനമാണ്. അദ്ദേഹം തല്ലാൻ പാടില്ല, ഈ സ്ത്രീ അവിവേകം പറയാൻ പാടില്ല. പക്ഷെ രണ്ടും അവിടെ നടന്നു. പക്ഷെ അവരത് പരിജ്ഞാനത്തോടെ അങ്ങനെ വേണ്ടേ. ഒരു ചായ തന്നെ ഞങ്ങൾക്ക്, വേറെ വല്ല സ്ത്രീകളാണല്ലോ. ഒരാഴ്ചത്തേക്ക് അവിടെ ചായ ഇടുകയല്ല. താനിനി ചായ കുടിക്കണമെന്ന് എന്നെ നിങ്ങളെല്ലാം തത്ത കാക്കാലിനെ പോലെ ഇരിക്കുന്നത്. തത്തയത്ത് പോയാ പിന്നെ പുള്ളിക്ക് തത്തയെ വെച്ചല്ലേ കാട് കുത്തിയെടുത്ത് കാര്യം പറഞ്ഞു. ദൈവമക്കൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഞാൻ ഉദാഹരണമായിട്ട് 1 2 കാര്യങ്ങൾ പറഞ്ഞതാ. സ്തോത്രം. നിങ്ങളെ ചില വീട്ടിൽ ചെന്ന് അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ മുഖത്ത് പ്രകടിപ്പിക്കും. പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. മാമ എന്നാ ഉണ്ട് വിശേഷം? എന്നാ പറ്റാൻ കുടിക്കാൻ എന്തെങ്കിലും എനിക്ക് ഒരു വാത്സല്യ മാതാവിനെ അറിയാം. അത് റോസരി ആന്റിക്കും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, പേര് പറയാൻ തരില്ല. അവര് ഭാര്യയും ഭർത്താവും മക്കളും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ചെല്ലുന്നവരോട് കാണിക്കും, മുഖം തീർത്ത്. നമ്മളൊന്നും ചെയ്തില്ല, പരിജ്ഞാനമില്ല. ദൈവമക്കൾ പരിജ്ഞാനത്തോടെ ഇടപെടണം. സ്തോത്രം. പക്ഷെ ആരുമില്ലാത്തപ്പോൾ നീ മുട്ടയിലിരുന്ന് നിന്റെ വിഷയമെല്ലാം ദൈവത്തോട് പറയണം. മനുഷ്യരോട് ആരോടും പറയരുത്. ഞാൻ സഭയിലൊക്കെ പറയും, ചില വിഷയങ്ങളൊന്നും സഭയെ പറയരുത്. പാസ്റ്റർമാരോടും പറയണ്ട, പാസ്റ്ററുടെ ഭാര്യയോടും പറയരുത്.
അതിലും വേണം പിന്നെ നമ്മള് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അവിടെ ചെന്ന് പറയുന്നതായിരിക്കും. ആരുമില്ലാത്തപ്പം മുഴങ്കാല് മടക്കി ദൈവത്തോട് പറയണം. മോമസേ രൂത്തിനോട് ചോദിക്കുന്ന ഒരു ഫലമുണ്ട്, നീ ഈ രാത്രിയിൽ ഇവിടെ വന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും കണ്ടോ നീ രാത്രിയിൽ ഇവിടെ വന്നത്? അവള് പറഞ്ഞു ആരും അറിഞ്ഞിട്ടില്ല. ആത്മീയ പാഠം. നല്ല ബോവസാകുന്ന യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ രാത്രി കൂടെ നിശബ്ദതയിൽ ഇരുന്ന് നിന്റെ വിഷയങ്ങൾ അവൻ ഓരോന്നോരോന്ന് പറയുന്നത് അമ്മാവിയമ്മ നോവോമി അറിയണ്ട, ബാല്യക്കാരും അറിയണ്ട, പട്ടണത്തിലെ മൂപ്പന്മാരും അറിയണ്ട, ഒരുത്തരും അറിയണ്ട. നല്ല ബോവസാകുന്ന യേശുവിനോട് നിന്റെ കാര്യമെല്ലാം ഏറ്റുപറ. നല്ല ബോവസ് നിനക്ക് പരിഹാരമുണ്ടാക്കി തരും. രാത്രികളുടെ നിശബ്ദതയിൽ, രാത്രികളുടെ വ്യാപാരത്തിൽ സിയോൻ പുത്രിയുടെ മതില് രാവും പകലും ഓരോരോ കണ്ണീരൊടുക്കുക. നിന്റെ കൺമണിക്ക് സ്വസ്ഥത കൊടുക്കരുത്, കൺപോള വിശ്രമിക്കരുത്. രാത്രിയുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് നിലവിളിക്ക്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക്, ദാസികളുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്ക് വന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളോ. ഓ കൃപ 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 മറുപടി കിട്ടുവോളോ, വിടുതൽ ലഭിക്കുവോളോ, നീക്കുമോ കൊണ്ടാകുവോളോ, പോരുകൾ അടിയുവോളോ, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവോളോ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർപ്പം കൽപ്പിക്കുക നല്ല ബോവസാകുന്ന യേശു ക്രിസ്തുവിനോട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകട്ടെ. നിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. രാത്രികളുടെ വ്യാപാരത്തിൽ നല്ല ബോവസാകുന്ന യേശുവിന്റെ അടുക്കൽ കർത്താവിനോട് നിന്റെ കാര്യം വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ കൃപ 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 ദൈവകൃപ 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 ദൈവകൃപ. ബോവസിന്റെ നല്ല വയൽ പ്രദേശ ചെമ്മൂജ നീടുവ വിദൂരമോബാബിൽ നിന്നും വിരിച്ചെന്നെ സമൃദ്ധിയായ അനുഗ്രഹം. വിദൂരമോബാബിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചോ ഭാഗ്യവശ ബോവസിന്റെ നല്ല വയൽ പ്രദേശം വന്നു ചേർന്നിടുവാൻ. നല്ല വയൽ പ്രദേശം വന്നു ചേർന്നിടുവാൻ. വിദൂരമോവാബിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കോ. വിദൂരമോവാബിൽ നിന്നു വേർതിരിച്ചൻ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ദൈവമക്കൾ പരിജ്ഞാനമൂർത്തി പ്രാപിക്കണം. പരിജ്ഞാനമൂർത്തി അത്യാവശ്യം. സ്തോത്രം. അവിടെ അധികം വിവരിക്കുന്നില്ല. രണ്ട്, അവിടെ എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്.
ഹിതകരമായത് പുറപ്പെടണം. ദൈവത്തിന് ഹിതമുള്ളത് ആ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് ഹിതകരമായത് സസ്യാദികൾ. 7-ാം വാക്യം വായിച്ചേ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കണം. ഇതൊരു കൃഷിയല്ലേ ആത്മീയ ഭാഷ പറഞ്ഞാൽ. അതിന് വെള്ളവും വളവും എല്ലാം കൊടുക്കുക. അപ്പൊ അതിന് ഹിതകരമായത് വിളവ് തരണം. വേണ്ടേ? കൃഷി ചെയ്തിട്ട് ഒരു വിളവും കിട്ടുന്നില്ലല്ലോ. ഞാനാണ് അവിടെ ഇച്ചിരി പടവലം നട്ടു. ഇഷ്ടം പോലെ പടവലം ഞാൻ കിട്ടി. ഇവിടെ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? നിങ്ങൾക്കല്ല, ഞാൻ കൊണ്ടുപോയതല്ലേ. പടവലം ഞാനല്ല. ഇന്ന് വന്നൊരെണ്ണം എടുത്തോണം. അപ്പൊ അതിന്റെ ഹിതകരമായത് മഴയുടെ പേരെന്നെ അതിന്റെ പേര് മറന്നുപോയി. എന്തുവാണ്? ലോക്യോ. അത് ഇഷ്ടം പോലെ ആയി, എല്ലാവർക്കും കൊടുത്തു. ഉപദേശമാർക്ക് നിങ്ങൾക്കും തരാം. ഒരെണ്ണം അങ്ങ് പറിക്കാൻ മേലായിരുന്നു, അന്ന് കുഴപ്പമില്ല. അപ്പൊ അത് ഫലം വന്നില്ലെങ്കിൽ പിന്നെ ഇത് നട്ടിട്ട് യാതൊരു ഒരു പ്രയോജനമില്ല. നാം ദൈവത്തിന് ഫലമുള്ളവരായിരിക്കണം. ദൈവത്തിന് വെള്ളവും വളവും എല്ലാം ദൈവം തരിക. വണ്ടി തന്നു, കാറ് തന്നു, വീട് തന്നു, വീട് തന്നു, യോഗം വെക്കുകയല്ല. ദൈവം വീട് തന്നു, വീട്ടിൽ യോഗം വെക്കുകയല്ല. ഒരു യോഗം വെക്കട്ടെ, ഒരു യോഗം വെക്കട്ടെ. വീട്ടിലോട്ടൊരു യോഗം വെക്കട്ടെ. നമ്മുടെ വണ്ടി എങ്ങും കൊണ്ടുപോവുകയല്ല, അത് പുതപ്പിച്ചിട്ടേക്ക. എന്ന് ചോദിച്ചാൽ യോഗത്തിന് പോകുന്നുണ്ടോ? ന്യൂട്രൽ അവരുടെ വണ്ടിയെ കയറി ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ വല്യമ്മച്ചി പറയടാ, ആരാന്റെ പന്തലിവാ എന്റെ വിളമ്പ് കാണിക്കാൻ. ആരാന്റെ പന്തലിവാ എന്റെ ഞാൻ നല്ല വിളമ്പുകാരനാണ്. പിന്നെ എന്നെ പോലെ വിളമ്പുന്നവൻ വേൾഡിലില്ല. പന്തലും ഭക്ഷണമൊക്കെ ആരുടെയാ? വെല്ലോടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. നേരത്തെ ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്നപ്പോ അവിടെ എല്ലാ വീട്ടിലും യോഗത്തിന് വരുന്ന ഒരു കക്ഷിയുണ്ട്. എന്നിട്ട് അഭിപ്രായം പറയും, സാമ്പാർ എരിവ് കൂടിപ്പോയെന്ന് തോന്നുന്നു, അച്ചാറിന് ഇത്രയും പുളി, എരിശ്ശേരിക്ക് തേങ്ങ വറുത്തത് ചില മൂത്തെന്ന. യവന്റെ വീട്ടിൽ ഒറ്റ യോഗം വെച്ചിട്ടില്ല. അവന്റെ വീട്ടിൽ ഒറ്റ യോഗം വെച്ചിട്ടില്ല. ഇവൻ അല്ലാത്തടത്തെല്ലാം ചെന്ന് അഭിപ്രായം കസാരി അങ്ങനെയാന്ന് ഇവിടുന്ന്. അവിടെ എന്തിനാ ആളിനെ ഇരുത്തിയത്? ആരാന്റെ പന്തലിവാ? ദൈവത്തിന് ഹിതകരമായതിനെ ഫലം പുറപ്പെടുവിക്കണം. സ്തോത്രം. 3 കാര്യമായി എടുത്തു പറയുന്നു. 1, പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. 2, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി എന്ന് പറഞ്ഞ ദൈവത്തിന് ഹിതകരമായ ജീവിതമായിരിക്കണം നമ്മുടെ. ഈ ദൈവത്തിന് ഹിതമുള്ളതെല്ലാം മനുഷ്യർക്ക് ഹിതമല്ല. അങ്ങനെ ഉണ്ട്. എന്നാൽ മനുഷ്യർക്ക് ഹിതമായതൊന്നും ദൈവത്തിന് ഹിതമല്ല. ഞാനും നിങ്ങളും ദൈവത്തിന് ഹിതമായിരിക്കണം. സ്തോത്രം, സ്തോത്രം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഓ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം
നമ്മൾ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം നമ്മളോട് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോ ഭർത്താവ് ഇടഞ്ഞെന്ന് വരും, ഭാര്യ ഇടഞ്ഞെന്ന് വരും, പിള്ളേര് ചിലപ്പോ മിണ്ടുന്നില്ലല്ലോ ആരും. നിങ്ങള് മിണ്ടാതിരിക്കുമ്പോ എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ പലരും അനുഭവിക്കുന്നവരാ, ഇല്ലേ? അത് നിങ്ങൾ മിണ്ടുന്നില്ല. അങ്ങനെ ആത്മീക ജീവിതമാണ്. എല്ലാം നമുക്ക് വിരോധമാണ്. പക്ഷെ ഒരു കാര്യം ദൈവമക്കളുടെ ഉറപ്പിന് പറയാം, നീ ദൈവഹിതത്തിനായി സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ആരും കാണുകയല്ല. കർത്താവ് ചില ശുശ്രൂഷയ്ക്ക് 3 പേരെ സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. 12. ആദ്യം ഒത്തിരി ഉണ്ടായിരുന്നു, പിന്നെ അതൊരു 70, 70 ഒരു 12, 12 ഒരു പ്രത്യേക കേസിൽ ഇവരെ 3 കൊണ്ടുപോകുന്നു. ഒടുവിൽ ഗതശമനയിൽ വെച്ച് ഇവരെ 3 കൂടെ കൊണ്ടുപോയി ശിഷ്യന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ആരുമില്ല, ഒരുത്തരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ചു. അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: കർത്താവേ, ദൈവമേ, നിനക്ക് കഴിയുമെങ്കിൽ ഈ ഭാരപാത്രം എങ്കിൽ നിന്ന്, അടുത്ത പദം, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ഇത് പറഞ്ഞപ്പോൾ അടുത്തൊരു വാക്യമുണ്ട്, അതാ ശ്രേഷ്ഠം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ചേർത്ത് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതം നടക്കണം. അടുത്ത വാക്യം ഇങ്ങനെയാണ്. ആ സന്ദർഭം നോക്കണം. വിയർപ്പ് രക്തത്തുള്ളിയായി. വിയർപ്പ് എന്ന് പറഞ്ഞതെല്ലാം വഹിക്കുക, പ്രാണവേദന, അങ്ങനെയൊക്കെയുള്ള പ്രയോഗമാണ്. പ്രാണവേദനയാണ്. വിയർപ്പ് രക്തത്തുള്ളിയായി എന്ന് പറഞ്ഞാൽ പ്രാണവേദനയോടാ പ്രാർത്ഥിക്കുന്നത്. പ്രാണവേദന എടുക്കുമ്പോ ആരും കാണുകയല്ല, കാണുന്നില്ല. അതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം. കർത്താവ് അനുഭവിച്ച പോലൊന്നും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. എങ്കിലും ചില പ്രത്യേക സമയത്ത് ചില പ്രാണവേദനയൊക്കെ അത്ര രൂക്ഷമല്ലെങ്കിലും ചെറിയ തോതിൽ, ബൈപ്പാസ് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ പ്രാണവേദനയിലായി. പൂവനത്തിൽ അധികാരോ വഹിച്ചതിനാൽ ഗതശമന പൂവനത്തിൽ അധികാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടു താതനിഷ്ട നടപ്പതി അനുസരിച്ചു. താതനിഷ്ട നടപ്പതി അനുസരിച്ചു. അവിടുന്ന് പ്രാണവേദനയിലായി. ഈ പ്രാണവേദന എടുക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരാരും കണ്ടെന്ന് വരികയല്ല. നല്ല സന്തോഷകരമായ അപ്പം വാഴ്ത്തി കുറിച്ചപ്പോ എല്ലാരും ഭയങ്കര തെള്ളുവായി. യേശുവേ, കൂടെ ഒരു കൊട്ടയം കൂടെ കാണും. കണ്ടമാനം വാളണ്ടിയേഴ്സ് ഇല്ലേ? അപ്പം നുറുക്കിയപ്പോ പക്ഷെ ഗതസമനെ പ്രാണവേദനയിലായപ്പോ സെലക്ട് ആയിട്ട് 3 എണ്ണത്തിന് കൊണ്ട് അതങ്ങളാണ്ട് മുക്കറായിട്ട് ഉറങ്ങുന്നു.
ആരും കാണുകയല്ല, ഭാര്യയും കാണുകയല്ല, ഭർത്താവും ചിലപ്പം കാണുകയെന്നുള്ളതല്ല, വേണേ ഡയലോഗും പറയും. ആ കുറെയൊക്കെ നിങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു. അതാ ഇങ്ങനൊക്കെ ഞാൻ രാജസ്ഥാനിൽ വെച്ച് തന്നെ പറയുമായിരുന്നു, കുറെയൊക്കെ ശ്രദ്ധിക്കണം, അനുഭവിക്കും. ഇണങ്ങിയും മണങ്ങിയും ഒക്കെ ഞാൻ പല കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അനുസരിക്കാതെ പാപ്പച്ചന്റെ ഭാഷ അനുഭവിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞല്ല പറഞ്ഞ, ഞാൻ കാര്യം പറഞ്ഞതാണ്. ഭാര്യയോട് ചിലപ്പോ പറയും, ആ നീ വരുത്തി വെച്ചതാ, നീ തന്നെ. പണ്ടൊരു വീട്ടിൽ കല്യാണം ആലോചിക്കാനായിട്ട് വരുമെന്ന്, ഞാനും ആ വീട്ടിലുണ്ടെന്നാലും പിന്നെ സ്ത്രീധനം കൊടുക്കാൻ കാശില്ല. എന്നാ ഭർത്താവ് ഭാര്യയോട് പറയുക, കുഞ്ഞമ്മോ അവര് കാശിന് വരുമ്പോ ഞാൻ ഇറങ്ങി തക്കോട്ട് പോകും, നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോണമെന്ന്. എന്നോട് ഞാനെന്ന് പറഞ്ഞ വാക്ക് പറയരുതെന്ന്. സ്വന്തം മോടെ കാര്യം അമ്മാമ്മ നല്ല മഴ. അമ്മ പറഞ്ഞു, എന്റെ ദൈവം അത്ഭുതം ചെയ്യും. സൂക്ഷം അതുപോലെ അത്ഭുതം നടന്നു. പണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അമ്മാമ ഉണ്ടായിരുന്നു. ലോറിക്ക് മണ്ണടിക്കുക രാത്രി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. ലോറിക്ക് മണ്ണടിക്കുക, അനുമതിയൊക്കെ മേടിച്ചെങ്കിലും പ്രശ്നം നാട്ടുകാർ വരുന്നത് ലോറിക്ക്. അപ്പം രാത്രി 2 മണിക്ക് ലോറി അങ്ങോട്ട് കയറുമ്പോൾ ഗേറ്റ് അടയ്ക്കും. അമ്മാമ്മ 5 ബാട്ടിൽ ടോർച്ച് പാട്ടി നിൽക്കുക, നല്ല തൻ്റെ ഉള്ള അമ്മാമ്മയാണ്. അപ്പോൾ അടിച്ചു നിരത്തിയല്ല, അപ്പോൾ ലോറി ഇങ്ങനെ വരുമ്പോൾ ഗേറ്റ് ഉടക്കും, ഉടനെ ഗേറ്റ് അങ്ങ് പൂട്ടും, ലോറിയകത്തോട്ട് കയറി. അന്നേരം ഭർത്താവ് പറഞ്ഞു, കുഞ്ഞമ്മ വേറൊരു വണ്ടി വരുന്നുണ്ടാണ്. അമ്മാമ്മ നല്ല തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ ലോറിക്കാരെ വിട്ടേണ്ടത്. പിന്നെ ഇയാൾ അല്പം കഴിഞ്ഞ്, കുഞ്ഞമ്മല്ലായി അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതാണ് പോലീസാണ്. അന്നേരം അമ്മാമ്മ പറഞ്ഞു, നിങ്ങൾ പെരക്കകത്ത് പോയി കിടന്നുറങ്ങാവോ, എനിക്ക് വണ്ടിക്കാരൻ നോക്കണം, പോലീസ് നോക്കണം, അതിനിടയ്ക്ക് നിങ്ങളെയും കൂടെ നോക്കാൻ മേലെന്ന്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അമ്മാമ്മയാ, ഇപ്പോഴും ഉണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ പോലീസിനെ നോക്കണം, വണ്ടിക്കാരനെ നോക്കണം, ഗേറ്റ് തുറക്കണം, എൻ്റെ നിങ്ങളെയും കൂടെ, നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും, ഞാൻ രാവിലെ അന്ന് വന്നോളാം. കാരണം ഈ മണ്ണടിക്കുന്ന വീടിൽ നിന്ന് കുറച്ച് മാറിയ. ഉദാഹരണം പറഞ്ഞത്, നമ്മൾ പ്രാണവേദനയിലാകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കാണുകയല്ല. അങ്ങനെയോ പ്രവചനത്തിലും എഴുതിയേക്കുന്നത്, കർത്താവിന് ഇടയനെ വെട്ടും, ആടുകൾ ചെതറും. അവിടുന്ന് പ്രാണവേദനയില്ല. പക്ഷേ ആ പ്രാണവേദനയിൽ വിയർപ്പ് രക്തത്തുള്ളിയായി അവിടുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇതൊന്നും നീക്കുമോ നിന്റെ ഹിതമെങ്കിൽ. എന്നിട്ട് പറഞ്ഞു, അല്ലല്ലോ എന്റെ ഇഷ്ടമല്ല. അടുത്ത വാക്യം എഴുതിയേക്കുന്നത് ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ചപ്പോൾ അടുത്ത വാക്യം, സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി കർത്താവിനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ! സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയട്ടെ, ദൈവഹിതത്തിന് നീ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും മക്കളും ചാർച്ചക്കാരും സമൂഹമെല്ലാം നിന്നെ കൈവിട്ടെന്ന് വരാം. പക്ഷേ സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ ഇറക്കും, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിനക്ക് സഹായം ചെയ്യുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ ശക്തിയും ബലമേറിയ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നിനക്ക് വേണ്ടി ഇറക്കും. ഓ ദൈവം ദൂതനെ ഇറക്കും, ദൈവം ദൂതനെ ഇറക്കും. നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിനക്ക് ധൈര്യം തരുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക.
കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം നാളെ പകൽ ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നേരുനിരാ